ഹലോ ഗൈസ്, അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്ന് പുതിയതായിട്ടൊരു ഫസ്റ്റ് ചാനലൊക്കെ തുടങ്ങി. ഇപ്പം ആദ്യമായിട്ടാണ് ഫസ്റ്റിലത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇടുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ കണ്ടന്റിലോട്ട് കിടക്കാം നേരെ. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരെ ഒരു റോബറിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ബാങ്ക് റോബറിയാണ്. അപ്പം നമ്മളെ ലെസ്റ്റർ ഓൾറെഡി വിളിച്ചിട്ടുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ലെസ്റ്റർ നമ്മുടെ അടുത്ത് പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ റോബറിയിലേക്ക് പോവാം. റോബറിലേക്കല്ല, നമുക്ക് ആദ്യം ലെസ്റ്ററിനെ കാണാൻ പോവാം. ലെസ്റ്ററിനെ കണ്ടിട്ട് ലെസ്റ്റർ പറയുന്ന വെച്ചാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ കാർ എടുത്ത് നേരെ പോവാം. അപ്പം റോഡിലൊക്കെ വണ്ടിയൊക്കെ വളരെ കുറവാണെന്നാണ് തോന്നുന്നത്. അപ്പം നമ്മൾ ഇന്ന് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ഫസ്റ്റിലത്തെ ഡീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് ഇതെങ്ങനെ ചെയ്ത് തീർക്കാൻ പറ്റും, നമ്മൾ ഇത് നല്ലതായിട്ട് ചെയ്ത് തീർക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഡീൽസൊക്കെ ഇനി വരുന്നതാണ്. അപ്പം നമുക്ക് ലെസ്റ്റർ നല്ലൊരു ഓഫറാണ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു BMW കാറാണ്, ഒരു 330i എന്ന് പറഞ്ഞൊരു കാറാണ് നമുക്ക് ലെസ്റ്റർ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ മെയിൻ ബാങ്ക് പോകുന്നു. നേരെ മെയിൻ ബാങ്കിൽ നിന്ന് സ്വർണ്ണം എടുക്കുന്നു, നേരെ തിരിച്ചു വരും. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ടാസ്ക്. അപ്പോൾ നമ്മളിത് ഡയറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു BMW 330i ആണ്. അപ്പോൾ നമുക്ക് നേരെ ലെസ്റ്റർ നമ്മുടെ കാർ ഡീലർഷിപ്പിൽ വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരെ കാർ ഡീലർഷിപ്പ് എത്താറായിട്ടുണ്ട്. അപ്പം നമ്മുടെ ലെസ്റ്റർ കാർ ഡീലർഷിപ്പിൽ വെയിറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എന്തായാലും ലെസ്റ്ററിനെ നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ കാർ ഡീലർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇവിടെ നിന്നാണ് നമുക്ക് ഉള്ള വണ്ടി ഇവിടെയാണ് എത്തുന്നത്. അപ്പം നമുക്ക് എന്തായാലും ഇവിടെ വന്നിട്ട് വേണം നമ്മുടെ വണ്ടി കളക്ട് ചെയ്യാൻ. ഹലോ ഫ്രാങ്ക്ലിൻ, അപ്പം ഫ്രാങ്ക്ലിന് ഡീൽ എന്തോന്നറിയാമല്ലോ. അപ്പം നമ്മൾ നിങ്ങൾ പോകുന്നു, നേരെ ബാങ്ക് ഫുള്ള് കൊള്ളയടിക്കുന്നു, അവിടുന്ന് കിട്ടുന്ന ഗോൾഡ് എനിക്ക് കൊണ്ടുവന്ന് കൈമാറുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ BMW തരുന്നു. അതാണ് നമ്മുടെ ഡീല്. അപ്പോൾ ഇത് നിങ്ങൾ ഫിനിഷ് ചെയ്യുന്നു, നിങ്ങൾ BMW എടുക്കുന്നു, വിടുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ ലെസ്റ്റർ, അപ്പം നമുക്ക് എന്തായാലും ഡീല് കഴിഞ്ഞിട്ട് നേരെ കാണാം. അപ്പം ഞാൻ നേരെ പോവാണ്. ഇപ്പം നമ്മൾ നേരെ ഇപ്പം ഡീലർഷിപ്പിൽ എത്തിയിട്ടുണ്ട്. ഡീലർഷിപ്പിൽ നിന്ന് നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ സൈഡിൽ നമ്മുടെ വണ്ടി BMW കിടപ്പുണ്ട്. അപ്പം നമുക്ക് നേരെ ആ വണ്ടി എടുത്തുകൊണ്ട് നേരെ വിടാം. വേണ്ടോ, ഇത് അടിപൊളി ഒരു വണ്ടിയാണ്, ബ്ലാക്ക് കളറൊക്കെ അടിച്ച് നല്ല സെറ്റ് വണ്ടിയാണ്. അപ്പം നമ്മളിനി മുന്നോട്ടെല്ലാം നമ്മൾ ഈ BMW-ലായിരിക്കും. നമുക്ക് എന്തായാലും ഈ ഡീൽ എങ്ങനെയായാലും ഫിനിഷ് ചെയ്യണം. നമ്മൾ എങ്ങനെയായാലും ഈ ഡീൽ എന്തായാലും ഫിനിഷ് ചെയ്യും. പിന്നെ നിങ്ങൾ ഈ വണ്ടി എല്ലാം ഒന്ന് കാണിച്ചു തരാൻ കണ്ടോ, ഓവറോൾ ഗുഡാണ്. അപ്പം നമുക്ക് ഒരുപാട് ടൈം ഇല്ല, നമുക്കപ്പം നേരെ വിടാം. അതാണ് നമുക്ക് നല്ലത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടിയൊക്കെ തീർത്ത് പരിപാടിയെല്ലാം തീർത്ത് നമുക്ക് സെറ്റാവാം. അപ്പോൾ നമ്മൾ നേരെ മെയിൻ ബാങ്ക് വിടാൻ പോവാണ്. അപ്പുറത്ത് അമ്മുനേഷൻ ആയതുകൊണ്ട് അവിടെ ഫുള്ള് വെടി പുക ലൈസൻസ് ഒക്കെ എടുക്കൽ ഫുൾ പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വിടാം. അപ്പം നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ നമ്മൾ മെയിൻ ബാങ്ക് ഇല്ലെന്ന് നമ്മൾ അടിക്കുന്നു. അവിടെ കുറേ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നേരെ മെയിൻ ബാങ്കിലോട്ട് വിടാം. ഗൈസ്, അപ്പം നമ്മൾ നേരെ മെയിൻ ബാങ്ക് എത്താറായിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി മെയിൻ ബാങ്കിൻ്റെ ഫ്രണ്ടിലോട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നൈസായിട്ട് അകത്തോട്ട് കയറാം. അതാണ് നമുക്ക് നല്ലത്. നമുക്ക് എന്തായാലും പെതുക്കെ അങ്ങോട്ട് പാർക്ക് ചെയ്യാം. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് പെതുക്കെ ഉള്ളിലോട്ട് കയറാം. എന്തായാലും നമുക്ക് ഇത് ഫുൾ എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് നേരെ പെതുക്കെ അകത്തോട്ട് കയറാം. അകത്തോട്ട് കയറിയിട്ട് നമുക്ക് ആദ്യം മേളിൽ പോയിട്ട് സെക്യൂരിറ്റി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കാം. അപ്പം നമുക്ക് നേരെ എന്തായാലും മേളോട്ട് പോവാം. അകത്ത് എന്തായാലും ആരും ഇല്ല. അപ്പം എന്നിട്ട് നമുക്ക് മേളിൽ എന്തായാലും സെക്യൂരിറ്റി കാര്യങ്ങൾ എന്തായാലും നമ്മുടെ ഹേസ്റ്റ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് എന്തായാലും അലേർട്ട് ആവും. അപ്പോഴത്തേക്ക് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ വരും എന്തായാലും. അപ്പം നമുക്ക് നേരെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം പരിപാടി. അപ്പം നമ്മുടെ ഹേസ്റ്റ് എന്തായാലും സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നമ്മുടെ ഗോൾഡ് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പം നമ്മൾ നേരെ ഇവിടെ സെക്യൂരിറ്റി നമുക്ക് മേളിൽ നിന്ന് അടിച്ചിടാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ പറ്റത്തില്ല. അപ്പം നമുക്ക് എന്തായാലും തറയിലോട്ട് വിട്ട് നേരെ എന്തായാലും നമുക്ക് അവിടുന്ന് സെക്യൂരിറ്റി ഗാർഡ്സിനെ ഉള്ള നമുക്ക് എന്തായാലും അടിച്ചിട്ട് നമുക്ക് നേരെ അകത്തോട്ട് കയറാം. അപ്പം നമുക്ക് നേരെ ഉള്ളിലോട്ട് കിടക്കാം. ഓ മാൻ, സീനാണല്ലോ. ഓക്കെ, ഒരാൾ തീർന്നിട്ടുണ്ട്. ഓക്കെ, അടുത്ത ആളും തീർന്നിട്ടുണ്ട്. ഓക്കെ, സെക്യൂരിറ്റി ഗാർഡ്സൊക്കെ കഴിഞ്ഞെന്നാണ് തോന്നുന്നത്. ഓക്കെ കഴിഞ്ഞു. ഓക്കെ, ഹേസ്റ്റ് സ്റ്റാർട്ടായി. അലേർട്ട് പോലീസിന് പോയിട്ടുണ്ട്. 4 സ്റ്റാർ വാണ്ടർ ലെവലായിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ എന്തായാലും പരിപാടി തുടങ്ങാം. എന്തായാലും നമുക്ക് വേണ്ട പരിപാടി വേണ്ട നമ്മുടെ വാതിൽ തുറക്കാനുള്ള സാധനമൊക്കെ സെറ്റ് ചെയ്യുകയാണ്. നമുക്ക് നേരെ എന്തായാലും അകത്തോട്ട് കയറാം.
നമുക്ക് പെട്ടെന്ന് വേണം എല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തൊരു സിസ്റ്റം ഉണ്ട്. നമുക്കത് ലാപ്ടോപ്പൊക്കെ വെച്ച് നമുക്ക് എന്തായാലും പസിൽ സോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തായാലും അകത്തുനിന്ന് സ്വർണ്ണം എടുക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് കാണാം അത് കുറച്ച് ടാസ്ക് ആയിരിക്കുമെന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം. സിമ്പിളായിരിക്കും എന്തായാലും. ലെസ്റ്റർ നമുക്ക് ചെറിയ ഡീലാണ് തന്നേക്കുന്നത്. ഇനി വലിയ വലിയ ഡീലുകളൊക്കെ ഉണ്ടെന്നാണ് ലെസ്റ്റർ പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ പസിൽ, ഇതാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് കാര്യങ്ങളെന്നൊക്കെ. ഇപ്പം സിമ്പിളായിരിക്കും എന്തായാലും. ലെസ്റ്റർ കുറേ സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും. ഓക്കെ ഇത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ സോൾവ് ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ. ജസ്റ്റ് നമുക്ക് സെൻറ്ററി ഈ പസിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. സെൻറ്ററിൽ വെച്ചത് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്കിത് എളുപ്പമാണ്. ഓക്കെ നമുക്കിത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ നമുക്ക് അവസാനത്തെയാണ്. ഓക്കെ നമ്മൾ കംപ്ലീറ്റ് ആയി, പസിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്കിനി അകത്ത് കയറുക, ഗോൾഡ് എടുക്കുക. ഇതാണ് നമ്മുടെ ടാസ്ക്. എന്തായാലും നമുക്ക് അകത്തോട്ട് കയറാം. ഓക്കെ ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഈ ഗേറ്റ് കൂടെ തുറക്കേണ്ടി വരും. ഓക്കെ ഈ ഗേറ്റ് കൂടെ തുറന്നാൽ നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആകും. നമുക്ക് നേരെ കയറുന്നു, ഗോൾഡ് എടുക്കുന്നു. ഇത്രയേ ഉള്ളൂ നമുക്ക് ടാസ്ക്. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് എന്തായാലും എസ്കേപ്പ് ആവണം. ഓക്കെ കുറവാണ് ഗോൾഡ് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ ഡീലാണിത്. എന്തായാലും ഒരുപാട് സാധനം ഇല്ല. ഓക്കെ കുറച്ച് സാധനമേ ഉള്ളൂ. എന്തായാലും നമുക്ക് എളുപ്പമാണ്. നമുക്ക് എന്തായാലും 2 ട്രേ മാത്രമേ ഉള്ളൂ എടുക്കാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് എന്തായാലും തീർക്കാം. സാധാരണ 3 ട്രേ എന്നൊക്കെ എടുക്കേണ്ടി വരുന്നതാണ്. ഇപ്രാവശ്യം കുറവാണ് സാധനം. ഓക്കെ നമുക്ക് എന്തായാലും അടുത്ത ട്രേയും കൂടെ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇവരുടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് ഏറ്റവും വലിയ പാട്. എന്തായാലും നമുക്ക് നോക്കാം, മാക്സിമം ട്രൈ ചെയ്യാം. എന്തായാലും നമുക്ക് രക്ഷപ്പെടണം. എന്തായാലും നമുക്ക് കാർ സ്വന്തമാക്കണം. നമുക്ക് ആകെപ്പാടുള്ളത് ആ ഫസ്റ്റിലത്തെ നമ്മുടെ ഫാങ്കിളിൻ്റെ ആ ഫസ്റ്റ് കാറാണ് ആകെപ്പാട് നമുക്കുള്ളത്. അപ്പം നമുക്ക് എന്തായാലും നമുക്കിത് എന്തായാലും ജയിക്കണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് നേരെ ഇനി എന്തായാലും പുറത്തോട്ടിറങ്ങാം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ പോലീസൊക്കെ ഓൾറെഡി ട്രിഗർ ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ എന്തായാലും പുറത്തോട്ട് ഇറങ്ങാം. പോലീസൊക്കെ ഫുള്ള് വളഞ്ഞേക്കുവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതാണ് നമ്മുടെ ടയർ എങ്ങാനും പൊട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പെടും. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തായാലും എസ്കേപ്പ് ആവും. ഷൂട്ട് ചെയ്ത് തുടങ്ങിയവർ നമ്മുടെ വീലിനകത്ത് എന്തായാലും അടി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വീൽ പഞ്ചറാവും ഇപ്പോൾ എന്തായാലും. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഓക്കെ നമ്മുടെ വീൽ എന്തായാലും പഞ്ചറായി. അപ്പോൾ നമുക്കിനി എന്തായാലും കൺട്രോളൊന്നും കിട്ടത്തില്ല വേണ്ടി. നമുക്ക് എങ്ങനെയൊക്കെയായാലും നമുക്ക് രക്ഷപ്പെടണം. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല. നമുക്ക് ബെന്നിയുടെ കൊടുത്ത് ഫുൾ റിപ്പയർ ചെയ്യാൻ പറ്റും. എന്തായാലും നമുക്ക് നേരെ വിടാം. നമ്മുടെ പുറകിൽ നിന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലും ടണൽ പിടിക്കണം. ടണൽ പിടിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് എസ്കേപ്പ് ആകാൻ പറ്റത്തുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് 4 സ്റ്റാർ ആണ് ഓൾറെഡി ഉള്ളത് ഇപ്പോൾ വാണ്ടഡ് ലെവൽ. അതുകൊണ്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ടണൽ പിടിക്കണം. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷന് തൊട്ട് പുറകിലുള്ള ആ ഒരു റെയിൽവേയുടെ ടണൽ നോക്കി വണ്ടി ഇടിച്ചു. അത് നോക്കി നമുക്ക് ആ റെയിൽവേയുടെ ടണലിൽ കൂടെ നേരെ കയറി എസ്കേപ്പ് ആവാനാണ് എൻ്റെ ഒരു ഉദ്ദേശം. എന്തായാലും നമുക്ക് നോക്കാം മാക്സിമം. പക്ഷേ രക്ഷയില്ല, നമ്മുടെ ടയർ പോയേക്കുന്നുണ്ട്. വണ്ടി നല്ല സ്കിഡിങ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും മാക്സിമം നമുക്ക് എങ്ങനെയെങ്കിലും ടണൽ പിടിക്കാൻ നോക്കാം. ഓക്കെ നമ്മുടെ വണ്ടി എന്തായാലും കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. വണ്ടിക്ക് കുറച്ചുകൂടെ ഒരു പവറൊക്കെ വേണം. നമുക്ക് ആദ്യത്തെ ഒരു പവർ ഇനിഷ്യലി ഉള്ള പവർ ഭയങ്കര കുറവാണ്. വണ്ടി കുറച്ച് കൺട്രോളൊക്കെ ഫുള്ള് കുറച്ച് പരിപാടി ഉണ്ട്. എന്തായാലും നമുക്കിത് കഴിഞ്ഞിട്ട് വണ്ടി ഫുള്ള് സെറ്റ് ചെയ്യണം. എന്തായാലും നമ്മൾ രക്ഷപ്പെടുക എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. നമുക്കിനി ഇതിലേക്കൂടെ കറങ്ങി നേരെ ഈ വീല് പോയൊക്കെ തന്നെയാണ് കുറച്ച് പാട്. കൺട്രോൾ എല്ലായിട്ട് പോസ്റ്റ് ആകുന്നുണ്ട്. എന്തായാലും നമുക്ക് ടണൽ പിടിക്കുക എങ്ങനെയാണെന്ന് വെച്ചാലും. എന്തായാലും പെട്ടല്ലോ, വണ്ടിയുടെ കൺട്രോൾ ഫുള്ള് പോവാണ്. നമുക്ക് എന്തായാലും ഇവിടെ ഫുള്ള് പോലീസ്. അപ്പോൾ നമുക്ക് നൈസായിട്ട് ഇതിനകത്തൂടെ കയറാം. എന്തായാലും നൈസായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൂടെ കയറി എസ്കേപ്പ്. എന്തായാലും നമ്മുടെ മേറി ചോപ്പറുണ്ട്. റൈറ്റ് സൈഡിൽ 4 പോലീസും ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. എന്നാൽ നമ്മുടെ വീൽസ് കൂടെ പോയേക്കുന്നതുകൊണ്ട് വലിയ പാടാണ് പോകുന്ന കാര്യം. എന്തായാലും നമ്മൾ അതിലേക്കൂടെ പോകാനാണ് ഓർത്തത്. പക്ഷെ എന്തായാലും നമുക്ക് പറ്റത്തില്ല. ഫുള്ള് അവിടെ പോലീസ് വളഞ്ഞേക്കുവാണ്. നമുക്ക് എന്തായാലും ഇവിടെ നേരെ പോയി റൈറ്റ് എടുത്ത് നമുക്ക് നേരെ ടണൽ പിടിക്കാൻ നോക്കാം മാക്സിമം. പക്ഷെ വണ്ടിക്ക് എത്രത്തോളം കൺട്രോൾ, നമുക്ക് ഫാസ്റ്റായിട്ട് വന്ന് വളയ്ക്കാൻ പറ്റത്തില്ല. വണ്ടി ഫുള്ളായിട്ട് കൺട്രോൾ കണ്ടോ. ഓക്കെ നമുക്ക് എങ്ങനെയാലും പിടിക്കാം. നമുക്ക് നേരെ പോകുന്നു ടണൽ പിടിക്കും. ഇനി അത്രേ ഉള്ളൂ നമ്മൾ ടാസ്ക്. കൺട്രോൾ പോകുന്നുണ്ട് വണ്ടിയുടെ. കുഴപ്പമില്ല. എന്നാലും നമുക്ക് എന്തായാലും നമ്മളിത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവും ഉറപ്പാണ്. എന്താ വെച്ചാൽ നമ്മൾ ഏകദേശം നമ്മളെ ഡെസ്റ്റിനേഷൻ എത്താറോ. വണ്ടി ഇടിച്ചു സീനില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്തായാലും ടണൽ പിടിക്കണം. എവിടെയും പോലീസ് ഉണ്ട്. ഓക്കെ പോലീസ് അവിടെ നിന്ന് എന്തായാലും എസ്കേപ്പ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ടണൽ പിടിക്കാം.
കൺട്രോൾ പോകുന്നു. നമുക്ക് എന്തായാലും ഇതിനടിയിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സേഫാണ്. എന്തായാലും മേളിൽ ചോപ്പർ ഉണ്ട്, ലെഫ്റ്റിൽ പോലീസ് വന്നു, പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഇതിനടിയിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ സിഗ്നൽ ലോസ് ആവും. അതങ്ങനെ നമുക്ക് പോലീസിന് എന്തായാലും നമ്മളെ പിടിക്കാൻ പറ്റത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ എന്തായാലും ഇതിനടിയിൽ കയറിയിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും നമ്മൾ എസ്കേപ്പ് ആവും. നമ്മളിപ്പോൾ എസ്കേപ്പ് ആവാൻ ചാൻസ് എന്തായാലും 100% എന്തായാലും എസ്കേപ്പ് ആവും. അപ്പം നമുക്ക് എന്തായാലും ഈ വണ്ടി കിട്ടിയെന്നാണ് നമുക്ക് അർത്ഥം. എന്തായാലും നമ്മളിത് കഴിഞ്ഞ് നേരെ പോകുന്നു, ലെസ്റ്ററിനെ കാണുന്നു, നമ്മൾ അവിടുന്ന് വിടുന്നു. അതാണ് നമ്മുടെ അടുത്ത പ്ലാൻ എന്തായാലും. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇതിനകത്തൂടെ കുറച്ച് നേരം നമുക്ക് റൗണ്ട് അടിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ വാണ്ടർ ലെവലെല്ലാം ക്ലിയർ ആവുന്നതാണ്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ പോകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. എന്തായാലും നമുക്ക് തിരിച്ചിരിന്ന് റിട്ടേൺ ഇറങ്ങണ്ടല്ലേ. എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോവാം. ഓക്കെ, നമ്മളിപ്പോൾ പോകും. നമ്മുടെ എന്തായാലും വാണ്ടർ ലെവൽ ഇപ്പോൾ കഴിയും. നമുക്കിപ്പോൾ എന്തായാലും എസ്കേപ്പ് ആവും. നമ്മൾ ഈ വാണ്ടർ ലെവൽ മാറിയാൽ മാത്രമേ നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഹേസ്റ്റ് കംപ്ലീറ്റ് ആണ്, സക്സസ് ആണ്. അപ്പം നമുക്ക് നേരെ ഇനി ലെസ്റ്ററിനെ പോയി കാണുക. നമുക്ക് എന്തായാലും ഫുൾ ഗോൾഡ് അല്ലെങ്കിൽ ലെസ്റ്ററിന് കൊടുക്കുക. നമുക്ക് എന്നിട്ട് ബാക്കി BMW ആയിട്ട് നമ്മൾ വീട്ടിലോട്ട് പോയതാണ് നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ ഗൈസ്, അപ്പം നമുക്ക് നേരെ ലെസ്റ്ററിൻ്റെ അടുത്തോട്ട് ഹലോ ഫ്രാങ്ക്ലിൻ, അപ്പം നിങ്ങൾ എന്തായാലും സക്സസ്ഫുള്ളി നിങ്ങളുടെ ടാസ്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തായാലും നാളെ നമുക്ക് വലിയൊരു ഡീല് വരുന്നുണ്ട്. എന്തായാലും ഫ്രാങ്ക്ലിനെ കൂടെ വിളിക്കുന്നതാണ് എന്തായാലും നാളെ. എന്തായാലും നമുക്ക് എന്തായാലും ഇത് സക്സസ് ചെയ്ത് വലിയ കാര്യമാണ്. നമുക്ക് എന്തായാലും ഇത്ര ഗോൾഡിനകത്ത് അത്ര അത്യാവശ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എമർജൻസി ആയിട്ട് ഫ്രാങ്ക്ലിനെ വിളിച്ചത്. ഓക്കെ ലെസ്റ്റർ, നമുക്ക് എന്തായാലും കാണാം. ഓക്കെ ഞാൻ പോവാണ്. എന്തായാലും നമ്മളെന്തായാലും ലെസ്റ്ററിനെയൊക്കെ കണ്ട് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ലെസ്റ്റർ നമ്മളതിന് അടുത്ത ഡീലിൽ വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് നേരെ ഇനി എന്തായാലും നേരെ ഈ വണ്ടി കൊണ്ട് നമ്മുടെ ഗ്യാരേജ് ഇടണം. എന്തായാലും ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഈ വണ്ടി ഞാനൊന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇവിടോട്ട് നിർത്തിയിട്ട് നമുക്ക് ഈ വണ്ടി എന്തായാലും നിങ്ങളെ ഫുള്ളായിട്ടൊന്ന് കാണിക്കാം. വണ്ടി ഞാൻ ഫുള്ളൊന്ന് റിപ്പയർ ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ടോ. ഇപ്പം ഏകദേശം ഓക്കെ ആണ്. അപ്പം നമുക്കിനി ഒരു നല്ലൊരു വീഡിയോ ഇട്ട് നമുക്ക് എന്തായാലും വീണ്ടും കാണാം. അപ്പം ഞാൻ അടുത്തൊരു ലെസ്റ്ററുമായിട്ടുള്ള അടുത്ത ഡീലുണ്ട്, നമുക്ക് എന്തായാലും കാണാം. ഓക്കെ, ബൈ.